അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു കാർണിവലിന് പോയി. കാർണിവലിന് പോയതാണെങ്കിലും ഞങ്ങളുടെ കണ്ണ് അവിടുത്തെ തട്ടുകടകളിലായിരുന്നു. നല്ല പൊരിച്ച സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തട്ടുകടയിൽ കയറി. അവിടെ നിന്ന് ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത്. അവിടെ നിന്ന് മേടിച്ച ബ്രെഡ് പോക്കറ്റ് ഉണ്ടല്ലോ, അത് എസ്പെഷ്യലി അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഇവരുടെ തട്ടിക്കൂട്ടാന്നൊക്കെ വിചാരിച്ചിട്ട് മേടിച്ചതാണ്. പക്ഷേ നല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു കട കണ്ടു. ഇവിടെ നിന്ന് എങ്ങനെയൊന്നും മേടിക്കാണ്ട് പോവുക, ഇവിടുത്തെ സ്പെഷ്യൽ ട്രൈ ചെയ്യണമല്ലോ. പിന്നെ അത്രയും കഴിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് പ്രോട്ടീൻ ആയിക്കോട്ടെ വിചാരിച്ച് മുട്ട കഴിച്ച്. അതും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ കാർണിവലിന് പോയി. അതിൻ്റെ ഉള്ളിലും കുറേ സ്റ്റാൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്രയും സ്റ്റാൾ അതിൻ്റെ ഉള്ളിലുണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിൽ കയറിയിട്ട് ഈ പഞ്ഞിമിഠായും കഴിച്ചിട്ട് നേരെ പോയത് ഈ ഗെയിം കളിക്കാനാണ്. ഓഫീസിൽ ഇത് കളിച്ച് ജയിച്ചാൽ നല്ല കോൺഫിഡൻസിലാണ് ഞാൻ പോയത്. പക്ഷേ ഇവിടെ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ ആയിരുന്നില്ല കേട്ടോ. എല്ലാത്തിലും തോറ്റു. എനിക്ക് തോന്നുന്നത് ഇവരിത് ഹൈറ്റ് കൂട്ടി വെച്ചിട്ടാണ്. എൻ്റെ കൈ ഇരിക്കണ കണ്ടില്ലേ, ഓഫീസിൽ അങ്ങനെ ആയിരുന്നില്ല, കുറച്ച് താഴെയായിരുന്നു. അപ്പോൾ നമുക്കൊരു ബാലൻസ് ഒക്കെ ചെയ്ത് മര്യാദയ്ക്ക് ഇടാൻ പറ്റും തോന്നുന്നു. എന്താണെന്നറിയില്ല, ഇതിലെന്തായാലും എനിക്ക് പാളിപ്പോയി. അതിൻ്റെ ഒരു വിഷമം മാറ്റാൻ നേരെ പോയിട്ട് പാനിപൂരി കഴിച്ചു. പക്ഷേ ആ പാനിപൂരിയും കൊള്ളൂലായിരുന്നു. നല്ല ഒടുക്കത്തെ എരിവും പോരാത്തതിനും മധുരവും. അങ്ങനെ ഞങ്ങൾ കാർണിവലൊക്കെ കണ്ട് നേരെ തിരിച്ചു പോന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.